ഇനി നമ്മൾ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഗ്രാഫുകൾ. അപ്പോൾ ഈ ഗ്രാഫിനെ കുറിച്ച് നമ്മൾ വേറെ സെപ്പറേറ്റ് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനെ കുറിച്ച് പഠിക്കാൻ ഗ്രാഫിൻ്റെ ചില ഭാഗങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇപ്പോൾ നമ്മൾ എടുക്കണുള്ളൂ. ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഒന്നും കൂടെ പറയും. അപ്പോൾ ആ ഗ്രാഫ് ഒന്ന് നോക്കാം. അതിന് മുമ്പ് എനിക്കെന്ത് വേണമെന്നറിയോ? ഈ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് വേണം. എന്തായിരുന്നു വെലോസിറ്റിയുടെ ഇക്വേഷൻ? വെലോസിറ്റി ഈക്വൽ ടു dx/dt. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അതേപോലെ ആക്സിലറേഷൻ്റെ ഇക്വേഷനിലെ അതാരായിരുന്നു? dv/dt. ഇതാണല്ലോ. ആണ്. ഈ ഡെറിവേറ്റീവിന് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഇവിടെയുള്ള ആളുകൾ ആരൊക്കെയാണ്? ഗ്രാഫ് വരക്കാൻ പോവാണ് ഞാൻ. ഇത് ആരൊക്കെ തമ്മില? പൊസിഷൻ ടൈം ഗ്രാഫ്. ആരാണ്? പൊസിഷൻ ടൈം ഗ്രാഫാണ് വരക്കാൻ പോകുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ്. അതേപോലെ ഇവിടെ ആരൊക്കെയാ? വെലോസിറ്റി ടൈം ഗ്രാഫ്. ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇവിടുന്ന് രണ്ടാളുകളെയാണ് ഞാൻ എടുത്തത്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്, ഇവിടെ നിങ്ങൾ എങ്ങനെ പറയണം? സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെ പറയും? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ. അത് നോക്കിയാൽ ഞാൻ ആ ഡെറിവേറ്റീവ് മറക്കാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ ഇക്വേഷൻ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? സ്ലോപ്പ് ഓഫ്, അതെന്താണെന്ന് പറയാട്ടോ. സ്ലോപ്പ് എന്താണെന്നൊക്കെ പറയാം. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. അടുത്തത് നോക്കാം. അടുത്ത നോക്കൂ, dv/dt. അപ്പോൾ ഇവർ തമ്മിൽ ആ ഗ്രാഫ് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഏതാ? ആക്സിലറേഷൻ. ഗ്രാഫ് മനസ്സിൽ നിൽക്കാൻ ഞാനിവിടെ ഒരു 4 കാര്യങ്ങൾ പറയും. അത് മാത്രം പഠിച്ചാൽ മതി. എന്നിട്ട് അതിനെ നമ്മൾ ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് അടുത്തൊരു വിധത്തിൽ പഠിക്കും. ഇനി ഞാൻ റിലേറ്റ് ചെയ്യണത് നോക്കൂ, ഇവരെയാണ്. നോക്കൂ, ഇങ്ങനെ ഗ്രാഫുകൾ വരക്കുന്ന ആരൊക്കെ തമ്മില? ആക്സിലറേഷനും ടൈമും. അല്ലെങ്കിൽ ആരാ? ഇവിടെ ഇതേപോലെ ഇവിടെ ആരൊക്കെ ആയിരിക്കും? വെലോസിറ്റിയും ടൈമും. അങ്ങനെ ഗ്രാഫ് വരച്ചാൽ അതിനടിയിലുള്ള ഏരിയ, ആ ഗ്രാഫിനടിയിലുള്ള ഏരിയ കണ്ടാൽ നമുക്ക് ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. നോക്കൂ, ആദ്യം ഞാൻ ആരാ ഗ്രാഫ് വരണം? ഒന്നാമത്തെ ഇക്വേഷനിലൊന്ന് പറഞ്ഞു നോക്കിയാൽ സ്ലോപ്പ് അല്ല, ആരാണ്? ഏരിയ. ഏരിയ അണ്ടർ ആര്? വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയാം. അതേപോലെ അടുത്തതിലൊന്ന് പറഞ്ഞു നോക്കിയാൽ ആരൊക്കെ തമ്മില? ഏരിയ അണ്ടർ, പറയൂ അടുത്ത ഇക്വേഷൻ നോക്കിയിട്ട് ആരായിരുന്നു? ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. നമ്മളതിന് AT ഗ്രാഫ് എന്ന് പറയും. AT ഗ്രാഫ് ഗീവ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇവിടെ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്, അതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിച്ചതാ. ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ
ഇതാണ് നമുക്ക് ഓരോ സംഗതികൾ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഞാനിതൊന്ന് മായ്ച്ചിട്ട് പറയുകയാണ്. ആദ്യം നോക്കൂ, അന്ന് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റാൻ പാടില്ല. നോക്കൂ, ആദ്യം ഇവർ തമ്മിൽ എങ്ങനെയായിരുന്നു, ആരൊക്കെ തമ്മിലാണ് ഇവരെ ഗ്രാഫ് വരുമ്പോൾ അതിൻ്റെ സ്ലോപ്പാണ്. ഈ ഗ്രാഫിൻ്റെയോ സ്ലോപ്പ്, ഈ ഗ്രാഫിൻ്റെയോ ഏരിയ, ഈ ഗ്രാഫിൻ്റെയോ ഏരിയ. അപ്പോൾ ഇതാരാ സ്ലോപ്പ്. ആരായിരിക്കും സ്ലോപ്പ്? വെലോസിറ്റി ആയിരിക്കും സ്ലോപ്പ്. ഇതിൻ്റെതാരാ സ്ലോപ്പ്. സ്ലോപ്പ് കണ്ടാൽ ആരാ കിട്ടുക? ആക്സിലറേഷൻ ആണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇത് ആക്സിലറേഷൻ ആയിരിക്കും. ഇനി ഇതാരാ? ഏരിയ. ആ ഗ്രാഫ് വരച്ചാൽ ഏരിയ. ആരൊക്കെ തമ്മിലാ? വെലോസിറ്റി ടൈം ഗ്രാഫ്. ആ ഏരിയ കണ്ടാൽ ആരായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ്. എ ടി ഗ്രാഫിൻ്റെ ഏരിയ അല്ലേ, ആ ഏരിയ കണ്ടാൽ ആരായിരിക്കും? അത് വെലോസിറ്റി. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ, ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ? ഇതായിരുന്നു. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഏരിയ അണ്ടർ എ ടി ഗ്രാഫ് ഗീവ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഞാൻ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയ ഇക്വേഷൻ എഴുതാണ്, നിങ്ങൾക്ക് അറിയാത്തത്. പവറിൻ്റെ ഇക്വേഷൻ എഴുതാണ് കേട്ടോ. പവർ എന്ന് പറയുന്നത് dW/dt ആണ്. ഇവിടെ നോക്കി പറയൂ. ഇതിൻ്റെ ആൻസർ എഴുതിയിട്ട് എനിക്ക് അയക്കണം കേട്ടോ. ആരൊക്കെ തമ്മിലാണ് ഗ്രാഫ്, ആ ഗ്രാഫിൻ്റെ എന്ത് കണ്ടാൽ എന്ത് കിട്ടും എന്നാണ് എഴുതേണ്ടത്. ഇത് വേണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഇത് വർക്കാണ്, ടൈമാണ്, പവറാണ്. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് ഗ്രാഫ് നോക്കണേ. ഇവിടെ അല്ലേ നോക്കണത്? സ്ലോപ്പ് ആയിരിക്കും. സ്ലോപ്പ് ഓഫ് വർക്ക് ടൈം ഗ്രാഫ് ഗീവ്സ് പവർ. ആ പി എന്ന് എഴുതിയാൽ മതി. നിങ്ങൾ ആ ഒരു ലെറ്ററുകൾ എഴുതിയിട്ട് തന്നാൽ മതി. ഞാനൊരു അസൈൻമെൻറ്റ് താഴെ പറയും, നോക്കാം. അങ്ങനെയാണെങ്കിൽ ഏരിയ വേണം. അപ്പോൾ ഏരിയ ഇതാണ്. നോക്കൂ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് പറയാ? ഏരിയ അണ്ടർ പി ടി ഗ്രാഫ് ഗീവ്സ് ആരായിരിക്കും? ഗീവ്സ് ഇവൻ ആരാ? W എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ. നിങ്ങൾ നാളെ എനിക്ക് മെസ്സേജ് അയക്കേണ്ടത് ഇതാണ്. എന്താണ്? ഞാനൊരു ഇക്വേഷൻ എഴുതി, I = dQ/dt. ഇത് നിങ്ങൾ മുമ്പ് പഠിച്ച കറണ്ട് ചാർജൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ എന്താണ് ഞാൻ മുകളിൽ പറഞ്ഞ രീതി, ആ രീതിയിലുള്ള കാര്യം എനിക്ക് മെസ്സേജ് അയച്ച് തരിക കേട്ടോ. I = dQ/dt നിന്ന് ഗ്രാഫുകളെ പറ്റിയിട്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ എഴുതാൻ പറ്റും. ആ കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? മെസ്സേജ് അയക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രാഫുകളെ കുറിച്ച് അറിയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനെ കുറിച്ചാണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. പ്രധാനപ്പെട്ട ഫീച്ചർ ഞാൻ പറയാം എന്തൊക്കെയാണെന്ന്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ്റെ പ്രത്യേകത എന്താ? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ആണ്. വെലോസിറ്റിയോ? വെലോസിറ്റി ചേഞ്ചസ് അറ്റ് എ കോൺസ്റ്റൻ്റ് റേറ്റ്.
അങ്ങനെയാണെങ്കിൽ ഇതാണല്ലോ കാര്യം. ഇനി നമ്മൾ ഈ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ നമ്മുടെ ചാപ്റ്ററിൽ ഒരു 60% ഇതാണെന്ന് പറയാം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, വെലോസിറ്റി ചേഞ്ചസ് അറ്റ് എ കോൺസ്റ്റൻ്റ് റേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇക്വേഷൻസ് ഉണ്ടായിരുന്നല്ലോ. ഒന്നാരായിരുന്നു? v ഈക്വൽ ടു യു പ്ലസ് എ ടി. രണ്ടാരായിരുന്നു? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. മൂന്നാമതാരായിരുന്നു? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനമാറ്റിക് ഇക്വേഷൻസ്. എന്താ വിളിക്കുന്നത്? കൈനമാറ്റിക് ഇക്വേഷൻസ്. ഈ കൈനമാറ്റിക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറയും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബോർഡ് എക്സാമിന്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ശരിക്ക് നോക്കി വെക്കണം. ഇതെങ്ങനെയാണ് നമ്മൾക്ക് ആ കിട്ടിയത് എന്നൊന്നറിയണം. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഓരോന്ന് നമ്മൾ ഇനി ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡിറൈവ് ചെയ്യുമ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ ഇക്വേഷൻസ് കിട്ടിയത്. അപ്പോൾ കൈനമാറ്റിക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറയുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ആര് ഡിറൈവ് ചെയ്യാന്നറിയോ? v ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇത് നമ്മൾ കണ്ടതാണ് അല്ലേ? ഇതെങ്ങനെയാണ് വന്നിരുന്നതെന്ന് നമ്മൾ മുമ്പൊന്ന് ഒരു പോർഷനിൽ പറഞ്ഞിരുന്നു. അത് അപ്പോൾ നമ്മൾ v ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് പ്രത്യേകത? ഈ മോഷൻ്റെ പ്രത്യേകത നമ്മൾ എന്താ പറഞ്ഞ്? ഇൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഇത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. അങ്ങനെയാണെങ്കിൽ ആ മോഷനിൽ എങ്ങനെ ആക്സിലറേഷൻ കാണുക? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ എങ്ങനെ ആക്സിലറേഷൻ കാണുക? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇത് നമ്മൾ മുമ്പ് പഠിച്ച ഒരു പോർഷനാണ്. അപ്പോൾ ആക്സിലറേഷൻ ഈക്വൽ ടു ആരാണ്? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. നോക്കൂ, ഞാനിത് ഡിറൈവ് ചെയ്യണ രീതിയാണ് എഴുതുന്നത്. ഈ ഓരോ സ്റ്റെപ്പുകളും ഉണ്ടായിരിക്കണം. ഓരോ സ്റ്റെപ്പുകളും നിർബന്ധമാണ്. അപ്പോൾ ഒരു വേർഡ് പോലും അതിൽ വിടരുത് കേട്ടോ. നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ഇതാണ് ഡെറിവേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് സാധാരണ രീതിയിൽ ഇല്ലാത്ത ഒരു ഭാഗമാണത്. ഏത്? മുമ്പത്തെ കാര്യങ്ങളിൽ നമുക്ക് ഡെറിവേഷൻ, ചെറിയ ക്ലാസ്സുകളിൽ ഡെറിവേഷന് ഇമ്പോർട്ടൻസ് ഇല്ല, എക്സാമിന് ചോദിക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ എങ്ങനെ അത് കിട്ടി എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ ഡെറിവേഷൻസ് ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആണ്. നമുക്ക് ഈ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ആരാ? ഡെൽറ്റ വി ഈക്വൽ ടു എന്തായിരുന്നു ഈ ഡെൽറ്റ വിൻ്റെ അർത്ഥം? ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിയിലെ ചേഞ്ചിനെയാണ് നമ്മൾ ഡെൽറ്റ വി എന്ന് പറയുന്നത്. ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എഴുതുക? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. അങ്ങനെയല്ലേ എഴുതുക? ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന സിമ്പിളാണ് വി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ആരാ? യു. അങ്ങനെയാണെങ്കിൽ ഓരോ സ്റ്റെപ്പും നിർബന്ധമാണ് കേട്ടോ, നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ആരാ? ചേഞ്ച് ഇൻ ടൈം ആണ്. ചേഞ്ച് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം, അതാണ് ചേഞ്ച്. അത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഞാൻ പറയുന്നു ഫൈനൽ ടൈം ടി ആണെന്നിരിക്കട്ടെ, ഇനീഷ്യൽ ടൈം 0 ആണെങ്കിൽ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
എന്തായിരുന്നു ആക്സിലറേഷൻ്റെ ഇക്വേഷൻ? എ ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ വിൻ്റെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? വി മൈനസ് യു എന്ന് കൊടുക്കാം. ഡെൽറ്റ ടീൻ്റെ അവിടെയോ ടി മൈനസ് 0. ഇനി നമ്മൾ അതിങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും നമുക്ക്? എ ടി ഈക്വൽ ടു വി മൈനസ് യു എന്ന് വരും. അല്ലെങ്കിൽ വി ഈക്വൽ ടു ആരാ? യു പ്ലസ് എ ടി. ഇതല്ലേ നമ്മളെ ഇക്വേഷൻ വരിക? ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തു. ഡിറൈവ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൈനമാറ്റിക് ഇക്വേഷൻസിൽ ഒന്ന് വി ഈക്വൽ ടു യു പ്ലസ് എ ടി നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഡിറൈവ് ചെയ്യാനില്ലേ? ഉണ്ട്. പക്ഷേ ഈ ഒരു ഇക്വേഷനിലെ പ്രത്യേകത ഉണ്ടല്ലോ. എന്താ ഈ ഇക്വേഷനിലെ പ്രത്യേകത? ഞാൻ നിങ്ങളോട് മെസ്സേജ് അയക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? ഇന്നിപ്പോൾ ഞാൻ ഒരു കാര്യം മെസ്സേജ് അയക്കാൻ പറഞ്ഞു, ഒരു ഐ ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടിൻ്റെത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് യൂസ് ചെയ്യണമെങ്കിൽ ആര് കോൺസ്റ്റൻ്റ് ആവണം? എ കോൺസ്റ്റൻ്റ് ആവണം. അതേപോലെ തന്നെ യുവും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിൽ വെക്കണം, എ ഈക്വൽ ടു എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയണ്ട, പക്ഷെ എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് ഒരു ഇക്വേഷനും കൂടെ ഡിറൈവ് ചെയ്യാനില്ലേ? ഉണ്ട്. പക്ഷേ നമ്മൾ ഗ്രാഫ് വരക്കാൻ അറിയണം ആദ്യം കേട്ടോ. നമ്മൾ ഗ്രാഫിൻ്റെ ഒരു ചെറിയ രൂപം പറഞ്ഞു, ഇനി ചെറിയൊരു രൂപം കൂടെ തരാം. ഞാൻ ഒരു ഇക്വേഷൻ എന്താ ഇങ്ങനെയാണെന്ന് കരുതുക. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. എന്താ ഇക്വേഷൻ? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇതിൽ എം കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ സിയും എന്താണ്? കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇവിടെ വൈൻ്റെ പവർ എത്രയാ? 1. എക്സിൻ്റെ പവർ എത്രയാ? 1. ഇവിടെ മാറുന്നത് വൈയും എക്സും ആണ്. അവരുടെ പവർ എത്രയാ? 1 ആണെങ്കിൽ ഇവരുടെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ആരായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ പവറുകൾ 1 ആണെങ്കിൽ ലീനിയർ ഇക്വേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. എന്താ പറയുക? ലീനിയർ ഇക്വേഷൻ. പവർ 1 ആണെങ്കിൽ ആ ഗ്രാഫ് വരുന്നതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ പഠിച്ചത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. എക്സിൻ്റെ പവർ എത്രയാ? 1. വൈൻ്റെ പവർ എത്രയാ? 1. അങ്ങനെ ഒരു ഇക്വേഷനിൽ എക്സിൻ്റെയും വൈൻ്റെയും പവറുകൾ 1 ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ സ്ട്രൈറ്റ് ലൈൻ. അതാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ഞാൻ എഴുതിയത്. അപ്പോൾ പവറുകൾ 1 ആണെങ്കിൽ അതൊരു സ്ട്രൈറ്റ് ലൈനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. എന്തായിരുന്നു നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ, കൈനമാറ്റിക് ഇക്വേഷൻ വന്നത്? ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഡിറൈവ് ചെയ്യാൻ പോവാണ്. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, വി ഹാവ് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതാരായിരുന്നു? വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫ് വരക്കും നമ്മൾ. വി ഈക്വൽ ടു യു പ്ലസ് എ ടിയുടെ ഗ്രാഫ് വരക്കുമ്പോൾ ആരൊക്കെ തമ്മിൽ ആ ഗ്രാഫ് എന്നറിയോ? വിയും ടിയും തമ്മിൽ.
അപ്പോൾ ഇത് y ഈക്വൽ ടു എന്നുള്ള രീതിയിൽ ഒരു ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രം വി ടി ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഗ്രാഫ് വരക്കുമ്പോൾ നോക്കൂ, വൈ ആക്സിസിൽ ആരാ? വൈ ആക്സിസിൽ വെലോസിറ്റിയും അതേപോലെ തന്നെ എക്സ് ആക്സിസിൽ വരുന്നത് ടൈമുമാണ്. അപ്പോൾ ഇവിടെ വരുന്നത് വെലോസിറ്റി. ജസ്റ്റ് ഒന്നും കൂടെ വലുതാക്കി വരക്കാം കേട്ടോ. ഇവിടെ വൈ ആക്സിസിൽ വരുന്നത് വെലോസിറ്റിയാണ്. അതേപോലെ എക്സ് ആക്സിസിൽ വരുന്നത് ടൈമുമാണെങ്കിൽ നമ്മൾ ഈ ഗ്രാഫ് വരക്കുമ്പോൾ ഇത് സ്ട്രൈറ്റ് ലൈൻ ആണല്ലോ. കാരണം എന്തേ? പവർ 1 ആണ്. വിൻ്റെ പവർ എത്രയാണ്? 1. ടീൻ്റെ പവർ എത്രയാണ്? 1 ആണ്. അപ്പോൾ അവിടെ ഗ്രാഫ് വരുന്നത് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ആണ് വരുന്നത്. ആ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്നറിയോ? ഇവിടുന്നല്ല, കുറച്ച് മുകളിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഈ രീതിയിലാണ് ഗ്രാഫ് വരിക. അതിൻ്റെ കാരണം നോക്കൂ, ടി ഈക്വൽ ടു 0 കൊടുത്തു നോക്കൂ. ടി 0 ആവുമ്പോൾ വി ഈക്വൽ ടു ആരാ? യു ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി 0 ആവുമ്പോൾ ടി ഈക്വൽ ടു 0 ആവുമ്പോൾ വെലോസിറ്റി എത്രയാണ്? യു എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇത് യു ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആ ഗ്രാഫിൽ അത് അടയാളപ്പെടുത്താം. ഇതാരാണ്? യു ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടൈം എന്ത് ചെയ്യാം? സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ എത്തുമ്പോൾ ടൈം ആരാണ്? ടി ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ നോക്കൂ. ടി എന്ന ടൈമിൽ ടി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് വൈയിൽ ആരാ? വി ആണ് വരുന്നത്. അപ്പോൾ ടി എന്ന ടൈം വരുമ്പോൾ ആ സമയത്ത് ഇതാ ഇവിടെ വരുന്നത് വി ആയിരിക്കും. അപ്പോൾ ഇത് ടോട്ടൽ ആരാ? വി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാരായിരിക്കും? വിന്ന് യു പോയി വി മൈനസ് യു ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ ആ ഗ്രാഫിൽ നോക്കൂ, ഇങ്ങനെ ജസ്റ്റ് വരകൾ വരക്കുകയാണ്. ഗ്രാഫ് ഇതാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ എത്രയാ? വി മൈനസ് യു. ഈ ഒരു പോർഷനോ യു ആണ്. ഇനി എന്താ പ്രശ്നം എന്നറിയോ? ഇത് വി ടി ഗ്രാഫ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ നിങ്ങളോട് നേരത്തെ എഴുതിയിരുന്നു ഒരു കാര്യം. എന്ത്? വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ പറയൂ. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ വി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി അല്ലേ? ഇനി ഇവിടുന്ന് ഗ്രാഫിന്ന് ഇവരെ തമ്മിൽ കണക്ട് ചെയ്തിട്ടൊരു കാര്യം പറഞ്ഞൂടെ? അതെന്താ? ഏരിയ അണ്ടർ സ്ലോപ്പാണോ? അല്ല, ഏരിയ അണ്ടർ ഏത് ഗ്രാഫാ? ഈ ഗ്രാഫ്. ഏത് ഗ്രാഫാ? വി ടി ഗ്രാഫ് ഗീവ്സ് ആരാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഡി എക്സ് ചേഞ്ച് ഇൻ പൊസിഷൻ, അല്ലെങ്കിൽ എന്ത് പറയാം? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം നമ്മൾ ഏരിയ അണ്ടർ ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അവിടെ 2 ഏരിയ വരുന്നുണ്ട്. ഒരു ഏരിയ ഇതാണ്. നോക്കൂ, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാരാ? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിൾ അങ്ങോട്ട് കളർ ചെയ്യാം, കളർഫുൾ ആവട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ വരുന്നുണ്ട്, പിന്നെ അതിന് താഴെയും ഒരു ഏരിയ വരുന്നില്ലേ? ഈ ഒരു ഏരിയൻ്റെ ഷേപ്പ് എന്താ? അത് ട്രയാങ്കിൾ അല്ലേ വരുന്നത്? ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ അറിയോ നിങ്ങൾക്ക്? എന്തായിരുന്നു ഇക്വേഷൻ? ഹാഫ് ബി എച്ച് എന്ന് കേട്ടിട്ടില്ലേ? അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്.
അപ്പോൾ നമുക്ക് ഇവിടെ ഏരിയ കിട്ടി 1. വേറൊരു ഏരിയയും കൂടെ താഴല്ലേ, ആ ഏരിയ ആരതാ, ഒരു റെക്ടാങ്കിൾ അല്ലേ വരുന്നത്, ആണ്. ആ റെക്ടാങ്കിളും നമുക്ക് കളർ ചെയ്യാം, കളർഫുൾ ആവട്ടെ കേട്ടോ. നോക്കൂ, അപ്പോൾ താഴെയുള്ള ഏരിയ നമുക്ക് ആരതാണെന്ന് മനസ്സിലായി, ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഷേപ്പ് എന്ന്. അപ്പോൾ നമുക്ക് ഏരിയ കാണാനുള്ള ഇക്വേഷൻസും അറിയാമെങ്കിൽ നമുക്ക് ആ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഏരിയ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് എഴുതാം. കളർ ചെയ്ത് മടുത്തു കേട്ടോ, അതുണ്ട് എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു, ഏരിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തരുന്നതെങ്കിൽ ഏരിയ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റിന് ഞാൻ എസ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എസ് ഈക്വൽ ടു, അവിടെ ഏരിയ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഉണ്ട് അല്ലേ, പ്ലസ് ഏത് ഏരിയയും കൂടെ ഉണ്ട്, ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയയും കൂടെ ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുക, ഹാഫ് ബി എച്ച് അല്ലേ, ആണ്. ഹാഫ് ബി എച്ച് എന്ന് എഴുതി, പ്ലസ് റെക്ടാങ്കിളിൻ്റെ ഏരിയ ആരാ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ് വരിക. ഇനി നമുക്ക് ആരാണ് ഈ ട്രയാങ്കിളിലെ ബേസ് എന്ന് നോക്കാം. ആരാ ഹൈറ്റ് വരിക, വി മൈനസ് യു. ആരാണ് നമുക്ക് ബേസ് വരിക, ബേസ് വരുന്നത് ഇതാ, ഇത് ടി അല്ലേ. നോക്കൂ, ഈ ഒരു ഇത് വരുന്നത് ടി ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് യു. ഇതിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തോ, ലെങ്ത് ടി ഇൻറ്റു യു, ഇതാണ് ഇതിൻ്റെ ബ്രെഡ്ത്ത് വരുന്നത്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വരുന്നത് നോക്കാം. 1 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ആരാ വന്നത്, ടി, ഹൈറ്റോ വി മൈനസ് യു, പ്ലസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, ആ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിൽ ലെങ്ത് ആരാ, ടി ഇൻറ്റു ബ്രെഡ്ത്ത് ആരാ, യു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം ഇത് എഴുതാം, യു ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് യു ഇല്ലേ, ആ വി മൈനസ് യു എ ടി ആണ്. അതെങ്ങനെയാ നമുക്കറിയാം, സിൻസ് വി ഈക്വൽ ടു യു പ്ലസ് എ ടിയിൽ വി മൈനസ് യു ഈക്വൽ ടു ആരാ, എ ടി. അങ്ങനെയാണെങ്കിൽ ഇത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ, ആണ്. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണിത് പ്രൂവ് ചെയ്യുന്നതെന്ന് ഓരോ സ്റ്റെപ്പ് നോക്കണം, എന്നിട്ടത് ഡിറൈവ് ചെയ്യണത് പഠിക്കണം. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിരന്തരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. എസ് ഈക്വൽ ടു എന്താണ്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ നമ്മൾ 2 ഇക്വേഷൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നോക്കൂ, 3ാമത്തെ ഇക്വേഷനാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. എന്നാൽ 3ാമത്തെ ഇക്വേഷൻ വരുന്നത് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. അത് നമുക്കൊന്ന് എഴുതാം. നോക്കൂ, ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നതെങ്കിൽ ഏതാ ഇക്വേഷൻ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. നോക്കണം, നമുക്ക് ഇതേപോലെ തന്നെ ഗ്രാഫുകളൊക്കെ പോയി ഇതേ രീതിയിൽ ചെയ്തു വരാം. എന്നിട്ട് നമ്മൾ മാറ്റം വരുത്തുന്നത് ഈ ഒരു സ്റ്റെപ്പിലാണ്. നോക്കൂ, ഇവിടെ ടി ഉണ്ട്, ഈ ഒരു സ്റ്റെപ്പുകൾ ഇതുവരെ എത്തി എന്ന് കരുതുക. ഇത് നമുക്ക് മായ്ക്കാം. ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ബാക്കി ആൻസറുകൾ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ടൈമില്ല ഇവിടെ, ഈ ടൈമിനെ നമ്മൾ ഇവിടുന്ന് മാറ്റിയെടുക്കണം. എങ്ങനെയാണ് നമ്മൾ ടൈമിനെ മാറ്റുക എന്ന് നോക്കാം. ഞാൻ എഴുതുന്നത് നോക്കിയാൽ ഇങ്ങനെയാണ് നമ്മൾ ടൈമിനെ മാറ്റുക. അപ്പോൾ ഒരേ സ്റ്റെപ്പുകളാണ്, ഇവിടുന്നാണ് മാറ്റം. ഹാഫ് ഇൻറ്റു ടൈമിനെ ഞാൻ എഴുതും
വി മൈനസ് യു ബൈ എ എന്നെഴുതും. ഇൻറ്റു ഇതാരാ? ടൈമാണ്. വേറൊരാളും കൂടെ ഉണ്ട് അവിടെ, വി മൈനസ് യു പ്ലസ് ടി ഇൻറ്റു യു എന്നല്ലേ, ആ ടീൻ്റെ അവിടെ എന്താ എഴുതാം? വി മൈനസ് യു ഇൻറ്റു ആരാ? യു. അപ്പോൾ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇവിടെ വി മൈനസ് യു ബൈ എ ഇല്ലേ? ഉണ്ട്. അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇതാണ്. വി ഈക്വൽ ടു യു പ്ലസ് എ ടിയിൽ നിന്ന് വി മൈനസ് യു ബൈ എ എന്ന് പറഞ്ഞാൽ ആരാണ്? ടൈമാണ്. വി മൈനസ് യു ബൈ എ കൊടുത്താൽ മതി, അവിടെ നമുക്ക് ടൈം ഉണ്ടാക്കാം. അതാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നോക്കൂ. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ഇവിടെ ഒരു ഹാഫ് ഉണ്ടല്ലോ, ഇവിടെയും എ ഉണ്ട് അല്ലേ? ആ എ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ഇവിടെ നമുക്ക് വരുന്നത് എസ് അല്ലേ? ആ എസിൻ്റെ കൂടെ ഞാൻ എ എസ് എന്നാക്കി, കാരണം ഇവിടെയും ഇവിടെയും എ ഉണ്ട്. ആ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ അങ്ങനെയായി. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഇവിടെ നമുക്ക് വരുന്നത് ഇവിടെ ഒരു 2 ഉണ്ടല്ലോ, വി മൈനസ് യു ഇൻറ്റു ഇവിടെ വി മൈനസ് യു ഉണ്ട്, ഇവിടെയും വി മൈനസ് യു ഉണ്ട്. അത് കോമൺ എടുത്താൽ പിന്നെ ഇവിടെ ആരാ ബാക്കി? 1/2 ഇൻറ്റു വി മൈനസ് യു എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ 2 പ്ലസ് ഇവിടെ ആരാ ബാക്കി? യു. ഇതാണ് വരുന്നത്. അപ്പോൾ രണ്ടിൽ നിന്നും ഞാൻ ആരാ കോമൺ എടുത്തേ? വി മൈനസ് യുവിനെ കോമൺ എടുത്തു. എ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വി മൈനസ് യു ബൈ 2ഉം ഇവിടെ യു ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഇവിടെ ഈക്വൽ ടു വി മൈനസ് യു ഇൻറ്റു ഇവിടെ വി ബൈ 2 മൈനസ് യു ബൈ 2 പ്ലസ് യു എന്ന് എഴുതാലോ. കുഴപ്പമുണ്ടോ? ഇല്ല. ഒരു യു മൈനസ് അര യു, ഒരു യു മൈനസ് അര യു പ്ലസ് അര യു എന്ന് കിട്ടും അല്ലേ? ഒരു യു മൈനസ് യു ബൈ 2, യു മൈനസ് യു ബൈ 2, യു ബൈ 2. അത് ഞാൻ അവിടെ എഴുതിയാൽ നോക്കൂ, വി മൈനസ് യു ഇൻറ്റു ഇവിടെ എന്താ കിട്ടുക? വി ബൈ 2 ഉണ്ട് പ്ലസ് യു ബൈ 2. ഇതിനെ ഞാൻ നോക്കൂ ഇങ്ങനെ എഴുതി, വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു ബൈ 2 എന്നെഴുതി. കുഴപ്പമുണ്ടോ? ഇല്ല. ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നോക്കണേ, എന്താണ് നമുക്ക് ഇവിടെ ഉള്ളത്? എ എസ് അല്ലേ? ആ 2as ഈക്വൽ ടു വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു എന്നല്ലേ? ആണ്. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? ആരെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആരാ? എ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു ആരാ? 2as. ഈ യു സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇപ്പോൾ നമ്മൾ എത്ര ഡെറിവേഷൻ പഠിച്ചു? 3 ഡെറിവേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് എക്സാമിന് ചോദിക്കുന്നതായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ഡെറിവേഷനും കൃത്യമായി പിക്ചറൊക്കെ വരച്ച് ഒരു സ്റ്റെപ്പ് പോലും വിടാതെ എഴുതി പോവണം. അപ്പോഴാണ് നമുക്ക് ആ മാർക്കിന് പറഞ്ഞിട്ടുള്ള എല്ലാ മാർക്കും നമുക്ക് കിട്ടണമെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും വിടാതെ ചെയ്യണം. അപ്പോൾ നോക്കിയാ, നമ്മൾ ഏത് മോഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ ഒന്നാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ എന്താ? വി ഈക്വൽ ടു യു പ്ലസ് എ ടി. രണ്ടാമത്തതോ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. മൂന്നാമത്തതോ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ ഇക്വേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? ഡിറൈവ് ചെയ്തെടുത്തത് അല്ലേ? ഈ ഇക്വേഷൻസ് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓരോ സ്റ്റെപ്പും ഞാനത് ആവർത്തിച്ച് പറയണില്ല, നോട്ടിൽ തരും അത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ.